അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 23 ഫെബ്രുവരി സെനുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്ന് ഈ ഒരു ടൈമിൽ തന്നെയാണ് ആനുവൽ എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 2 വർഷമായിട്ട് നോമ്പും ഈ ഒരു ടൈമിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അവൾക്ക് ഈ എക്സാമിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാർട്ടിയും കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോമ്പുമാണല്ലോ, ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം അവളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഒരു കുഞ്ഞു നോമ്പ് തുറ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു അതൊന്നും വേണ്ട, ജസ്റ്റ് അവർക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ആയിട്ട് അവളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കാന്ന്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എത്ര സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാലും ഇവർ നോമ്പ് എടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഒന്ന് വേണം, ഈ ഒരു സ്നാക്സ് ഐറ്റംസ്. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം കൊണ്ട് ഇപ്പം ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒരു 2-3 ഐറ്റം കൂടുതൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ അവള് കുറേ ദിവസം മുന്നേ തന്നെ ഓരോ വീഡിയോസ് കണ്ടിട്ട് അതെല്ലാം സേവ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഉണ്ടാക്കണേ. അങ്ങനെ ഒരു 2-3 ഐറ്റം സ്നാക്സും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് നമ്മളെ ഉന്നക്കായ്. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ അതവിടെ ഉണ്ടാക്കി വെക്കാന്ന്. നമ്മൾ അതിന് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഞങ്ങളിതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ മുട്ടയോ ഒന്നും ചേർക്കാറില്ലേ. വെറും തേങ്ങയും ആ ഒരു പഞ്ചസാരയും ഏലക്കപ്പൊടിയും മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ഉന്നക്കായുടെ ഫില്ലിങ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതുവരെ ആരെങ്കിലും അതുപോലെ ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ടേ. അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം തേങ്ങയിൽ കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ഏതൊരു പാത്രത്തിലാണോ തേങ്ങ വറുക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഇത്തിരി മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു പഞ്ചസാര ഒന്നങ്ങ് മെൽട്ടാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് തേങ്ങയും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് വറുത്തെടുക്കുക. പിന്നെ നമ്മൾ ഉന്നക്കായുടെ ഫില്ലിങ്ങിൻ്റെ തേങ്ങ വറുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ നമ്മളെ ബ്രൗൺ കളറാകുന്നത് വരെ അങ്ങനെയൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്നങ്ങ് ചൂടായിട്ട് ആ ഒരു തേങ്ങ ഒന്നങ്ങ് വൈറ്റ് കളർ മാറി വരുന്ന ആ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി ഒന്നങ്ങ് മൂക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചാൽ പിന്നെ അത് ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ നല്ലോണം അങ്ങ് വറന്നു പോകും. ഇത്രയും മതിയാകുക. ഈ ഒരു പരുവാകുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് പാത്രത്തിൽ നിന്ന് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ കിടന്നിട്ട് കുറച്ചുകൂടി അങ്ങ് ഹാർഡായി പോകും. കാരണം ഈ ഒരു ഫില്ലിങ് നല്ലോണം വറുത്തെടുക്കുന്ന സമയത്ത് അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് പിന്നെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. അത് നമ്മൾ ഉന്നക്കായിലിട്ടിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് ഷേപ്പാക്കി എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കഴിക്കുന്ന സമയത്ത് വലിയ ടേസ്റ്റും ഉണ്ടാവില്ല. തേങ്ങ വറുത്ത് വെച്ചിട്ട് നോക്കിയപ്പോഴല്ലേ പഴയില്ല. ഉന്നക്കായ്ക്ക് പഴയില്ലാതെ എന്ത് ചെയ്യും? അപ്പോൾ അസി വരുന്ന വിധവെ കാത്തിരിക്കുക. ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാ ഫീഡിൽ കുറേ ദിവസമായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് ഇത് ഉണ്ടാക്കുമ്മേ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മളെ പോപ്സിക്കിൾ ചിക്കൻ. വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. കുറച്ച് കുക്ക്ഡ് പൊട്ടറ്റോസും ഷ്രെഡഡ് ചിക്കനും കുറച്ച് മസാലപ്പൊടികളും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ആദ്യം വേവിച്ചിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബോൺലെസ് ചിക്കനിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ്. അത് ജസ്റ്റ് ഒന്ന് ഈ ചോപ്പറിലിട്ടിട്ട് ഒന്നങ്ങ് കറക്കി എടുക്കുന്നുണ്ട് ചെറിയ പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ചീസ് വേണം. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇതൊക്കെ എല്ലാം ഞാൻ കുക്ക് ചെയ്തത് ഏറ്റവും ലാസ്റ്റാണ്. എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ലാസ്റ്റാണ് നമ്മളിത് ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഉന്നക്കായ ആയിക്കോട്ടെ ഇതും ഒക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം എളുപ്പത്തിൽ വേഗം കഴിയും. അല്ലാതെ ഒരു സ്നാക്ക് മുഴുവനായിട്ട് ഉണ്ടാക്കി പിന്നെ വേറൊന്നും ഉണ്ടാക്കാൻ നിൽക്കുക അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ടൈം അധികം കിട്ടില്ല. ഇങ്ങനെയാകുമ്പം ഇത് വേഗം ഒരു സൈഡിൽ ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യുക. അങ്ങനെ എല്ലാം ഒന്നിച്ചിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി പറയുന്നില്ലേ, ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. എന്തൊക്കെയാണ് സ്പൈസസും കാര്യങ്ങളൊക്കെ ചേർത്തതെന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് സംഭവം. പൊട്ടറ്റോ ചിക്കൻ പോപ്സിക്കിൾ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. നല്ല ടേസ്റ്റാണ്. കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കിൽ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഇത് ചൂടായ ഓയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതലും നല്ലത് നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും. കാരണം പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ അറിയാലോ, കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതും അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ പോപ്സിക്കിൾ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ആ ഒരു സെയിം ഫില്ലിങ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാറ്റിയിട്ട് ഒരു കബാബിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പ് ആക്കിയിട്ട് ഒരു ഇറുക്കിൽ വെച്ചിട്ട് കുത്തി കൊടുത്തിട്ട് അതും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതുവരേക്കും ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പഫ്സാണ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പഫ്സിൽ വെക്കാനുള്ള മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയും പഴമൊക്കെ വരുമ്പം വാങ്ങുന്ന പറഞ്ഞത്. അപ്പോൾ അത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാന്ന്.
അപ്പോൾ അതാ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫില്ലിങ്ങിനായിട്ടുള്ളത്. പിന്നെ പഫ്സിൻ്റെ ഷീറ്റ് വെച്ചിട്ടല്ല കേട്ടോ ഞാൻ പഫ്സ് ഉണ്ടാക്കുന്നത്. ഇത് ബ്രെഡ് കൊണ്ടുള്ള ഒരു എഗ് പഫ്സ് ആണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്, കാണാനും ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ആ ഒരു ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് മാംഗോ. അപ്പോൾ മാംഗോ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. കുറേയൊന്നുമില്ല കേട്ടോ, കുറച്ച് മാത്രം അവൾക്കും ആയിഷാക്കും വേണ്ടിയിട്ടുള്ള മാത്രം ജ്യൂസ് അടിച്ചതാണ്. കാരണം ഞാൻ വേറൊരു അടിപൊളി ഡ്രിങ്കും കൂടിയും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് ഇത് കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഒന്നുമില്ല, സാധാരണ നോർമലായിട്ട് അടിക്കുന്നത് പോലെ തന്നെ. പിന്നെ ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും ചേർത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവേ. സാധാരണ മാങ്ങ ആ ഒരു തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും വെള്ളം, ഒരിത്തിരി വെള്ളവും ചേർത്തിട്ട് പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് എടുക്കാം. ഇനി മെയിൻ കോഴ്സായിട്ട് നെയ്പ്പത്തിലും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് നെയ്പ്പത്തിൽ. അവൾക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നെയ്പ്പത്തിൻ്റെ കൂടെയുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ സാധാരണ എല്ലാവരും വെക്കുന്നത് പോലത്തെ ചിക്കൻ കറിയല്ലേ ഉണ്ടാക്കാറ്. കൂടുതലായിട്ടും ഞാൻ ഉണ്ടാക്കുക നമ്മളെ ഗ്രീൻ ചിക്കൻ കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഓയിലാണ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. ഞാനിപ്പം ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 മീഡിയം സൈസിലുള്ള സവാള, കുറച്ച് ആൽമണ്ട്സ്, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇവ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് ഒന്ന് വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സവാളയൊക്കെ ഒന്നങ്ങ് കളർ ചേഞ്ച് ആകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. കാര്യമായിട്ടൊന്നുമില്ല, വെറും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇത്ര മാത്രം ചേർത്തിട്ട് നല്ലോണം ഇതൊന്നങ്ങ് മിക്സ് ചെയ്യാം. ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്ന ആ ഒരു സമയം വരെ ഇതൊന്നങ്ങ് വഴറ്റി കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മിക്സിയിൽ ഇടുന്ന സമയത്ത് ആ ഒരു ഓയിൽ ഇല്ലാതെ വേണം ഇട്ട് കൊടുക്കാൻ. കാരണം ആ ഒരു ഓയിലാണ് നമ്മൾ ചിക്കൻ ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. പിന്നെ അരക്കുന്ന സമയത്ത് കുറച്ചുകൂടി വേറെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അപ്പോൾ അത് ചൂടാറാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഓയിൽ കൂടുതലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഇത്തിരി ഓയിൽ തന്നെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാണ് ചെയ്യുന്നത്. ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഇതങ്ങ് വെന്തോളും. എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ടതില്ല. ചിക്കൻ ഇവിടെ വേവാൻ വെച്ച ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല വഴറ്റിയതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചൂടാറിയ മസാലയിലോട്ട് യോഗേട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്തത് കൊണ്ട് തന്നെ 2 സ്പൂൺ യോഗേട്ട് ചേർക്കുന്നുണ്ട്. ഒരു കൈപ്പിടി നിറയെ മല്ലിയില, ഒരു തണ്ട് പുതിനയില. പുതിന ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാൻ ആവശ്യമൊന്നുമില്ല, ഞാൻ ചേർക്കാറില്ല. പിന്നെ എരിവിനായിട്ട് ഒരു 5-6 പച്ചമുളകും ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഗ്രീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ ചിക്കനിൽ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നും മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നിങ്ങൾ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും എഗ്ഗും പിന്നെ ഉന്നക്കായ്ക്കുള്ള ബനാനയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു വെക്കായിരുന്നു. പിന്നെ നമ്മളെ ബ്രെഡ് പഫ്സിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് ആദ്യം ഒന്നങ്ങ് ബോയിൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ നമ്മളെ ടെമുവിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു എഗ് ഹോൾഡർ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നല്ല ഒതുക്കത്തിൽ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് താഴത്തെ ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു എഗ്ഗ് എടുക്കുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് മറ്റേതൊക്കെ അവിടെ വന്ന് നിന്നോളും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനും പറ്റുമേ. അതൊക്കെ ഒതുക്കി പെറുക്കി വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോൺലെസ് ചിക്കൻ മാത്രമല്ല, എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ടാണ് ഇതിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ആ ഒരു വെള്ളമൊക്കെ വറ്റി വന്നാൽ നമ്മൾ ആ ഒരു ഗ്രീൻ മസാല ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ആ ഒരു മിക്സിയിൽ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആൽമണ്ട്സ് ചേർത്തത് കൊണ്ട് തന്നെ ഇതങ്ങ് തിക്കായി വരുവേ വെക്കും തോറും. ആൽമണ്ട്സിന് പകരമായിട്ട് നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. സാധാരണ ഞാൻ കാഷ്യൂനട്ട്സ് ആണ് ചേർക്കാറ്. പക്ഷെ അതിപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നത് കൊണ്ട് ആൽമണ്ട്സ് എടുത്തതാണ്. അതും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ കറി എവിടെ തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മളെ ബ്രെഡ് പഫ്സിനുള്ള ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ ചപ്പാത്തി കോല് വെച്ചിട്ട് ഇതൊന്നങ്ങ് പരത്തി കൊടുക്കും. അപ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ആവിയേറ്റി എടുക്കുന്നതാണ്. ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ആ ഒരു സെയിം സ്റ്റീമറിൽ തന്നെ നമ്മൾ ഉന്നക്കായ്ക്ക് ആവശ്യമായിട്ടുള്ള പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് ഉന്നക്കായ്ക്കുള്ള പഴം സ്റ്റീം ചെയ്തെടുക്കുകയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് ബോയിൽ ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റീമറിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അവിടുന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കി ഉന്നക്കായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. പിന്നെ ഇതാ ബ്രെഡ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എയർ ഫ്രൈയിലാണ് ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ആയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഉന്നക്കായുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചൂടോട് കൂടെ തന്നെ നല്ലോണം ഇതിങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്താൽ മാത്രമേ നമുക്ക് കയ്യിലിട്ടിട്ട് ഇത് പരത്തിയിട്ട് ഷേപ്പാക്കിയിട്ട് എടുക്കാൻ പറ്റുക. പിന്നെ നമ്മൾ ഉന്നക്കായ്ക്ക് പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്. അധികം പഴുക്കാത്ത പഴം വേണം ഉന്നക്കായ്ക്ക് എടുക്കാൻ. അതായിരിക്കും കറക്റ്റായിട്ട് കിട്ടുക. പിന്നെ ഞാൻ ഈ ഉന്നക്കായുടെ കാര്യമൊക്കെ പറയുന്നത്, എനിക്ക് എത്ര ഉന്നക്കായ ഉണ്ടാക്കിയാലും അധികം നമ്മൾ ആ ഒരു ഷേപ്പാക്കിയാൽ ഫിനിഷിങ് അധികം കിട്ടില്ല. വലിയൊരു
രസം ഉണ്ടാവില്ല കാണാൻ, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. അതുകൊണ്ട് തന്നെ എനിക്കിത് ഉണ്ടാക്കാനും മടിയാണ്. ഞാൻ ഇത് ലാസ്റ്റായിട്ട് എപ്പോഴാണ് ഉണ്ടാക്കിയത്, നമ്മളെ ജമലൂന് പല്ല് വന്ന സമയത്തുള്ള പല്ലടേൻ്റെ കൂടെ ആ ഒരു കുഞ്ഞു ഉന്നക്കായി ആയിട്ട് ഉണ്ടാക്കിയതാണ്. അന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഉന്നക്കായ ഉണ്ടാക്കുന്നത്. എനിക്ക് കഴിക്കാനും ഒന്നും രണ്ടും ഒക്കെ കഴിക്കുമെന്നല്ലാതെ വലിയ ഇഷ്ടമല്ല എനിക്കിത്, പക്ഷേ ധനുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്നാക്കാണ് ഈ ഒരു ഉന്നക്കായ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഷേപ്പ് ഒന്നും നോക്കണ്ട, കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടല്ലോ, പിന്നെ അത് മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത്. വേറൊന്നുമല്ല, അതൊരു ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോയതാട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഉന്നക്കായ ഇവിടെ ഉരുട്ടിയിട്ട് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ചൂടായ ഓയിലിൽ നല്ല പൊന്നിൻ്റെ നിറത്തിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാടങ്ങ് ബ്രൗൺ കളറാവരുത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ചൂടായതിന് ശേഷം ഇത് ഓരോ ഉന്നക്കായായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ഒന്ന് കുക്കായതിനു ശേഷം തേച്ചിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. ഉന്നക്കായ ആദ്യം അങ്ങ് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി പോപ്സിക്കളും കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്യുന്നത്. കാരണം അതിൽ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്തത് കൊണ്ട് തന്നെ എണ്ണയിലിടുന്ന സമയത്ത് എന്തായാലും ആ ഒരു ബ്രെഡ് ക്രംസ് എണ്ണയിലൊക്കെ ആവും. പിന്നെ അതിലേക്ക് നമ്മൾ ഉന്നക്കായ ഇട്ടിട്ട് ആക്കുന്ന സമയത്ത് അതിലൊക്കെ ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഉന്നക്കായ ഒന്ന് പൊരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ചിക്കൻ പോപ്സിക്കളും കബാബ് പോലത്തതൊക്കെ പൊരിച്ചെടുക്കാം. ഞാൻ ഈ പോപ്സിക്കിൾ ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അധികം എണ്ണ കുടിക്കുന്നതിന് ജസ്റ്റ് ഒന്ന് അങ്ങ് ചൂടായതിന് ശേഷം എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ നമ്മളെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബ്രെഡ് എഗ് പപ്സ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, അടിപൊളി ടേസ്റ്റും ആയിരുന്നേ കഴിക്കാൻ. പിന്നെ നമ്മൾ ചിക്കൻ പോപ്സിക്കിൾ, ഈ ഒരു പോപ്സിക്കിളിൻ്റെ കൂടെ ഞാൻ ചില്ലി സോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മയണൈസോ കെച്ചപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഡിപ്പായിട്ട് എടുക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഫില്ലിംഗ് ആയിരുന്നേ അത്. പിന്നെ നമ്മളെ ആ ഒരു പൊട്ടറ്റോ എഗ് കബാബ്, പൊട്ടറ്റോ ചിക്കൻ കബാബ്, പിന്നെ ഇത്രയും ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ കേക്ക് എന്തായാലും നോമ്പല്ലേ, അപ്പോൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് ജസ്റ്റ് ഒരു കേക്ക് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നത്. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും ഒരു കേക്ക് പോലെ ആക്കി അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡ്രിങ്ക്, നമ്മൾ കല്യാണ വീടുകളിലൊക്കെ കണ്ടു കിട്ടുന്ന ആ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലോ, പിസ്തയുടെ, അതായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ആ ഒരു റെസിപ്പി വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോക്കിയാൽ മതി കേട്ടോ, ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. Mango juice. Cake. This one I give it to Fatima Zafar Shah. ഇന്ന് 6 നോമ്പ് തുറന്ന് അറിയാം. പെട്ടെന്ന് രാത്രിയാണ് പകലാണ്. ഇന്ന് നമുക്ക് ചെയ്യാം. അവിടെ പോയിട്ട് നോമ്പ് തുറന്ന് മഗ്‌രിബും തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റമദാൻ നൈറ്റ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ് ടിക്ടോക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഖത്തറിൽ പല സ്ഥലത്തായിട്ടുള്ള റമദാൻ നൈറ്റ്. അപ്പോൾ ഒരു മലബാർ സ്പോട്ട് എന്നങ്ങനെ പറയുന്നത് കേട്ടത്. അപ്പോൾ അത് അടുത്തായതുകൊണ്ട് ഞങ്ങൾ അവിടേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിറയെ ആളായിരുന്നു, കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. ആസിം മാത്രം ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. റമദാൻ ആയി കഴിഞ്ഞാൽ ഖത്തറിൽ എവിടെ നോക്കിയാലും നമ്മുടെ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്ന് തോന്നുന്നു. ഈ ഒരു റമദാൻ നൈറ്റ് ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. കുലുക്കി സർബത്തും ഐശ്വര്യത്തിയും ഉപ്പിലിട്ട എല്ലാ ഐറ്റംസും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല വൈബാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട്. ഞങ്ങളിപ്പം വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു റമദാൻ നൈറ്റിൻ്റെ ഇവിടെ കുറച്ച് ആളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മക്കളൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ കുറേ ആളെയൊക്കെ കണ്ടതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ല ഈ ഒരു നമ്മൾ അതുവരെയും ഫാസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു ഉപ്പിലിട്ടതും സോഡയൊക്കെ ചേർത്തിട്ടുള്ള കുലുക്കി സർബത്തും കാര്യങ്ങളൊക്കെ കഴിക്കാന്ന് വെച്ചാൽ വലിയ ഇഷ്ടമില്ല എനിക്കിത്. അപ്പോൾ കാണാനും ഈ ഒരു ലൈറ്റ്സും ആംബിയൻസും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആസി പോയിട്ട് എടുത്തതാണ്. ഇത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്
പിന്നെ ഇഫ്താർ പാർട്ടിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാനും ഇവിടുന്ന് ഇതൊക്കെ വാങ്ങി കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും. അങ്ങനെയല്ലാതെ പിന്നെ എല്ലാന്നൊന്നും ആരും പോവില്ലായിരിക്കും. ഇങ്ങനെ കാണാനും ഇതൊക്കെ എന്താണെന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് പോകുന്നവരും ഉണ്ടാവും. പിന്നെ ഞാൻ നമ്മളെ ആ ഒരു ഗ്രീൻ ചിക്കൻ കറിയൊക്കെ വെറുതെ ഉണ്ടാക്കി. ഭാഗ്യത്തിന് നെയ്പ്പത്തിൻ്റെ ആ ഒരു പൊടി കുഴച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ സുഹൂർ പെട്ടെന്നാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ജനു ഇങ്ങനെ ചോദിച്ചതാണ്, നമുക്ക് എന്നാലും റമദാനായിട്ട് ഞാനിങ്ങനെ വീഡിയോസ് കുറേ ടിക്ടോക്കിൽ കണ്ടതുകൊണ്ട് അന്നേരം പറയുന്നുണ്ടായിരുന്നു ഇവര് നമുക്ക് പോവുക കാണാനെന്ന്. അങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സുഹൂർ എന്നാൽ പുറത്തുനിന്നാക്കാന്ന്. കാരണം കറി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത് പിന്നെ നാളെയായിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സുഹൂർ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. നല്ല വെറുംചോറും മീൻ പൊരിച്ചതും മീൻ കറിയും പരിപ്പ് കറിയും ചമ്മന്തി പപ്പടം കൊണ്ടാട്ടം എല്ലാം കൂട്ടി നല്ല അടിപൊളി സുഹൂർ. അപ്പോൾ 12 മണി മുതൽ പുലർച്ചെ 3 മണി വരെയായിരുന്നു ആ ഒരു സുഹൂറിൻ്റെ സമയം. പിന്നെ ഇതാ നമ്മൾ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു നമ്മളെ ഗ്രീൻ ചിക്കൻ കറി എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല നെയ്പ്പത്തിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഇത് കറി കഴിച്ചിട്ടുണ്ടായിരുന്നത്. നെയ്പ്പത്തിൽ മാത്രമല്ല, ഈ ഒരു ഗ്രീൻ ചിക്കൻ കറിയുള്ള ഗുണം എന്ന് വെച്ചാൽ ഏതൊരു ഫുഡിൻ്റെ കൂടെയും അടിപൊളി കോംബോ ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. ഗീ റൈസ് ആയിക്കോട്ടെ, സാധാരണ വെറുംചോറായിക്കോട്ടെ, എന്തിൻ്റെ കൂടെയും അടിപൊളി കോംബോ ആണ് ഈ ഒരു കറി. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമല്ലേ, കുറേ വയറ്റും കാര്യങ്ങളൊന്നും വേണ്ട, സവാളയൊന്നും, എല്ലാം മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താൽ സംഭവം റെഡി. ആയിഷ ഉറങ്ങണം, നിങ്ങൾ കഴിച്ചോളൂ. ഒരാളങ്ങ് കിച്ചലുണ്ട്, ജമലു. നമ്മളെ കറി എങ്ങനെ, ഞാൻ ഈ കറീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. നമ്മളെ ഗ്രീൻ ചിക്കൻ ഉപ്പൊന്നും നോക്കിക്കില്ലേ, കറക്റ്റാ, ഗുഡ്. ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന അറിയല്ല ഇത്, കൊള്ളാം എന്ന് പറയേ. ഇല്ല ഇല്ല, ദോശ ചപ്പാത്തി പൊറാട്ട ഇതിൻ്റെ എല്ലാം കൂടി ഉണ്ടാക്കല്. നെയ്പ്പത്തിൻ്റെ കൂടി നല്ല ടേസ്റ്റില്ല. ഓക്കെ, നെയ്പ്പത്തിലേക്ക് എന്തല്ല ഫേസിലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ റമദാനിലെ ബർത്ത്ഡേ. ജനുവിന് അവളുടെ ഫ്രണ്ട്സിനെ വിളിക്കാത്തൊരു കുഞ്ഞു വിഷമം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ എല്ലാവരെയും വിളിച്ചിട്ടൊരു കുഞ്ഞു പാർട്ടി വെക്കാന്ന്. അത് പറഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് സമാധാനമായത്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഓരോ റെസിപ്പീസും ഒന്നിനൊന്ന് ബെസ്റ്റ് ആയിരുന്നേ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഏതെങ്കിലും റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട്, അത് കണ്ടാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.